അമേരിക്കയുമായി ഒരു വമ്പൻ ആയുധ കരാറിനൊരുങ്ങുകയാണ് പാകിസ്ഥാൻ. അതെ, പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടെല്ലായി അറിയപ്പെടുന്ന അമേരിക്കൻ നിർമ്മിത F-16 പോർ വിമാനങ്ങളുടെ നവീകരണത്തിനും സാങ്കേതിക സഹായത്തിനുമായി $686 ദശലക്ഷം വമ്പൻ ആയുധ ഇടപാടിന് അമേരിക്ക അംഗീകാരം നൽകിയിരിക്കുകയാണ്. US പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ഇത് സംബന്ധിച്ച് US കോൺഗ്രസിന് കത്തയച്ചതായാണ് പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അമേരിക്ക പാകിസ്ഥാന് വാഗ്ദാനം ചെയ്ത പ്രതിരോധ പാക്കേജ്? എങ്ങനെയാണ് ഇത് ഇന്ത്യക്ക് ആശങ്ക ഒരുക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും പ്രവർത്തന സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുക എന്നതുമാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. F-16 വിമാനങ്ങൾ നിർമ്മിക്കുന്ന ടെക്സസ് ആസ്ഥാനമായുള്ള ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയായിരിക്കും വിൽപ്പനയുടെ പ്രധാന കരാറുകാരനെന്ന് കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കരാർ 30 ദിവസത്തെ അവലോകന കാലയളവിന് തുടക്കമിട്ട് കഴിഞ്ഞു. കൂടാതെ നിയമനിർമ്മാതാക്കളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇത് വിധേയമാവുകയും ചെയ്യും. ലിങ്ക് 16 സിസ്റ്റങ്ങൾ, ക്രിപ്റ്റോഗ്രാഫിക് ഉപകരണങ്ങൾ, എവിയോണിക്സ് അപ്ഡേറ്റുകൾ, പരിശീലനം, സമഗ്രമായ ലോജിസ്റ്റിക് പിന്തുണ എന്നിവയാണ് കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിങ്ക് 16 ഡേറ്റ ലിങ്ക് സിസ്റ്റമാണ്. US-നും നാറ്റോ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു സുരക്ഷിത ആശയവിനിമയ ശൃംഖലയാണ് ലിങ്ക് 16 ഡേറ്റ ലിങ്ക്. ഈ സംവിധാനം മിത്രത്തെയും ശത്രുവിനെയും തിരിച്ചറിയാനും യുദ്ധസമയത്ത് തത്സമയ വിവരങ്ങൾ പങ്കിടാനും നമ്മളെ കൃത്യമായി തന്നെ സഹായിക്കും. അടുത്തത് ക്രിപ്റ്റോഗ്രാഫിക്, അതായത് രഹസ്യ കോഡ് ഉപകരണങ്ങൾ. അതുമാത്രമല്ല, പുതിയ എവിയോണിക്സ്, അതായത് വിമാന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ഒപ്പം പൈലറ്റ് പരിശീലനം, സിമുലേറ്ററുകൾ, സ്പെയർ പാർട്സ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, ഒപ്പം തന്നെ 92 ലിങ്ക് 16 സിസ്റ്റങ്ങളും 6 ഇനോർട്ട് MK62 ബോംബുകളും ഇവ പരീക്ഷണത്തിന് മാത്രമായിരിക്കും കൊടുക്കുക. ഇവയെല്ലാം ചേർന്ന് 2040 ആകുമ്പോഴേക്കും വിമാനങ്ങളുടെ ആയുസ് വർദ്ധിക്കുകയും വിമാന സുരക്ഷ മെച്ചപ്പെടുകയും ചെയ്യുമെന്നതാണ് കരാറിലെ പ്രധാന കാര്യം. ഈ കരാർ യാഥാർത്ഥ്യമായാൽ, ഭാവിയിൽ ഒരു വലിയ സംഘർഷമുണ്ടായാൽ പാക് US വ്യോമസേനകളുടെ ഏകോപനത്തിനും സഹായകരം ആകുന്നതാണ് ഈ കരാർ. ആകെ കണക്കാക്കിയ മൂല്യം $686 മില്യൺ ആണ്. പ്രധാന പ്രതിരോധ ഉപകരണങ്ങൾക്ക് $37 മില്യൺ, മറ്റിനങ്ങൾക്ക് $649 മില്യൺ വില. പ്രധാന പ്രതിരോധ ഉപകരണമായ MDE ഘടകത്തിൽ 92 ലിങ്ക് 16 ഡേറ്റ ലിങ്ക് സിസ്റ്റങ്ങളും 6 നിഷ്ക്രിയ MK82 500 LB ജനറൽ പർപ്പസ് ബോംബ് ബോഡികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2025 മെയ് മാസത്തിലെ ഇൻഡോ പാക് വ്യോമയുദ്ധത്തിൽ പാകിസ്ഥാൻ J-10C, JF-17 പോലുള്ള കൂടുതൽ പുതിയ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ F-16 അതിൻ്റെ നട്ടെല്ലായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ നവീകരണം പഴയ F-16 വിമാനങ്ങൾക്ക് 15 വർഷത്തേക്ക് കൂടി പറക്കാൻ അനുവദിക്കുമെന്നതാണ് പ്രധാന ലക്ഷ്യം. ലിങ്ക് 16ന്റെ ലഭ്യത പാകിസ്ഥാൻ പൈലറ്റുമാർക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെടാൻ അനുവദിക്കും. ഇത് യുദ്ധത്തിൽ അവർക്ക് ഒരു പ്രധാന നേട്ടമായി മാറുകയും ചെയ്യും. ഇതിലെല്ലാം അമേരിക്കയുടെ നിലപാട് എന്താണ്? ഈ വിൽപ്പന നടപ്പിലാക്കുന്നതിന് പാകിസ്ഥാനിലേക്ക് US ഗവൺമെന്റിന്റെയോ കോൺട്രാക്ടർ പ്രതിനിധികളെയോ അധികമായി നിയോഗിക്കേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ വാദം. കരാറിന്റെ ഫലമായി US പ്രതിരോധ തയ്യാറെടുപ്പിൽ പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ലെന്നും US പ്രതിരോധ ഏജൻസിയുടെ കത്തിൽ ഊന്നി പറയുന്നുണ്ട്. കരവിരുദ്ധ ശ്രമങ്ങളിലും ഭാവിയിലെ അടിയന്തര പ്രവർത്തനങ്ങളിലുമുള്ള തയ്യാറെടുപ്പിലും US-ഉമായും പങ്കാളി സേനകളുമായും പരസ്പര പ്രവർത്തനക്ഷമത നിലനിർത്താൻ പാകിസ്ഥാനെ അനുവദിക്കുന്നതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കും പാകിസ്ഥാൻ എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. പുതിയ ആയുധങ്ങളോ മിസൈലുകളോ നൽകുന്നില്ല. മാത്രമല്ല, ഈ കരാർ US പ്രതിരോധ തയ്യാറെടുപ്പുകളെ ബാധിക്കില്ല എന്നതാണ് അമേരിക്കയുടെ മറ്റൊരു പ്രധാന വാദവും. ഇതിലെല്ലാം തന്നെ ഇന്ത്യയുടെ ആശങ്ക ഉയരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യക്ക് $93 ദശലക്ഷം ഏകദേശം 785 കോടി രൂപയുടെ ആയുധ ഇടപാടിന് അനുമതി നൽകി ആഴ്ചകൾക്കുള്ളിലാണ് പാകിസ്ഥാന് ഇത്രയും വലിയ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ട്രംപ് ഭരണകൂടത്തിന് പാകിസ്ഥാനോടുള്ള മമത കുറയുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ പുതിയ നീക്കവും.
ലിങ്ക് 16 പോലുള്ള അതിനൂതന സാങ്കേതിക വിദ്യ പാകിസ്ഥാന് ലഭിക്കുന്നതിൽ ഇന്ത്യക്ക് എന്തായാലും ആശങ്കയുണ്ട്. നിലവിൽ ഇന്ത്യക്ക് ലിങ്ക് 16 ഇല്ല. ഞങ്ങൾ റഷ്യൻ ഇസ്രയേലി സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. 2019 ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സ് പോലും US തടഞ്ഞുവെച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇത്തരമൊരു കരാറിലേക്ക് എത്തിയത് നിരവധി ചോദ്യങ്ങളും ഉയരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിനും വിമാന സുരക്ഷയ്ക്കും വേണ്ടി മാത്രമുള്ളതാണ് ഈ കരാറെന്നാണ് US പ്രധാന ന്യായീകരണം. ഈ നവീകരണം പൂർത്തിയാകുന്നതോടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ കൈവശമുള്ള F-16 വിമാനങ്ങളുടെ കാലാവധി 2040 വരെ നീളും. മാത്രമല്ല US എയർഫോഴ്സുമായുള്ള സംയുക്ത അഭ്യാസ പ്രകടനങ്ങളിലും യുദ്ധമുഖത്തും തടസ്സമില്ലാത്ത ആശയവിനിമയം സാധ്യമാക്കാനും ഇത് പാകിസ്ഥാനെ സഹായിക്കും. അടുത്തിടെ ഇന്ത്യക്ക് $93 ദശലക്ഷം ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക തയ്യാറായിരുന്നു. അത് വൻ വാർത്തയായതുമാണ്. ജാവലിൻ മിസൈൽ സിസ്റ്റവും M92A1X കാലിബർ ടാക്ടിക്കൽ റൗണ്ടുകളുമാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിന്റെ 7 ഇരട്ടിയിലധികം തുകയുടെ സഹായമാണ് ഇപ്പോൾ പാകിസ്ഥാന് അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാന വസ്തുത. പാകിസ്ഥാന്റെ F-16 ഫ്ലീറ്റ് ശക്തിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ട്രംപിനുള്ള ഈ പാകിസ്ഥാൻ സ്നേഹം എന്താകുമെന്ന് നോക്കിക്കാണേണ്ടതാണ്.